ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൗസ് മാനേഴ്സ് ആണ് നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തത്. അതിൽ തന്നെ നമ്മൾ ടോയ്ലറ്റ് മാനേഴ്സാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഓഫ് ഡോഗ്സ്. ഇത് പ്രധാനമായിട്ടും നമ്മൾ വീടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന ഡോഗ്സാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് ബോർഡം, പിന്നെ ആൻസൈറ്റി, പിന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ്, അൺമെറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ നീഡ്സ്, അങ്ങനെ കുറേ കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇത് മെയിനായിട്ട് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ചൂയിങ് ഫർണിച്ചർ ലെഗ്സ്, ഷൂസ്, കുഷ്യൻസ്, കർട്ടൻസ്, അങ്ങനെ സാധനങ്ങളൊക്കെ കടിച്ച് നശിപ്പിക്കുക. ദിസ് ഈസ് കോമൺ ഇൻ പപ്പീസ്. കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു സ്റ്റേജിൽ ഒരു പല്ലിന് തരിപ്പുണ്ടാവും. ആ തരിപ്പ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, അവർ ഓരോന്ന് കടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അഡൽട്ട് ഡോഗ്സും അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത്. അത് കാരണം മെയിനായിട്ട് അവരുടെ ബോർഡമാണ്. അവരെ നമ്മൾ കഴിയുന്നത് ഒറ്റയ്ക്കാക്കി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബോർഡം അതാണ് അവരെ ഇതിലേക്ക് കൊണ്ട് നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പപ്പീസിൽ കണ്ടുവരുന്നൊരു ഇതാണ് ഡിഗ്ഗിങ്. ഇപ്പോൾ വീട്ടിലിട്ട് വളർത്തുന്ന ഡോഗാണെങ്കിൽ തറയൊക്കെ സ്ക്രാച്ച് ചെയ്യും, മാന്തി തറ കംപ്ലീറ്റ് കേടുവരുത്തുക, ഡോറ് കംപ്ലീറ്റ് മാന്തുക, അല്ലേ? അതുപോലെ ഈ മാട്രസ്, അങ്ങനെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പിന്നെ ഈ ചെടിച്ചട്ടി മണ്ണ് കംപ്ലീറ്റ് മാന്തി ചെടി അതൊക്കെ പുറത്തെടുത്തിടുക, അങ്ങനെ കുറേ ഉപദ്രവം നമുക്ക് ഡോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഡോഗിനെ നമ്മൾ പപ്പിയായിട്ട് സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ കുറേയൊക്കെ നമ്മൾ ഒരു ബാരിയേഴ്സ് വെക്കണം. വേറൊരു ഇതെന്ന് വെച്ചാൽ എക്സസീവ് ബാർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഹൗളിങ്. ഇത് മെയിനായിട്ട് വെച്ചാൽ ഈ സെപ്പറേഷൻ ആൻസൈറ്റിയാണ് ഒരു പ്രധാന കാരണം. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ അല്പം രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണ് എന്ത് ചെയ്യും, പിന്നെ ഭക്ഷണം കൊടുത്ത് ഡോറ് അടച്ചുമ്പോൾ പോവും, പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പം ആ ഒരു ഇത് അവനെ ഭയങ്കരമായിട്ട് ബാധിക്കാം, സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നെയുള്ള അറ്റൻഷൻ സീക്കിംഗ് ആണ്. നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുക അല്ലെങ്കിൽ ഹൗളിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചില നമ്മുടെ നെയ്ബേഴ്സ് അത്രത്തോളം സഹിക്കുമോ എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അവരൊക്കെ ഓരോ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഡോഗ് വെറുതെ കിടന്ന് കുരയ്ക്കുക അല്ലെങ്കിൽ ഹൗൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രസൻസ് ഒരു പ്രധാന ഘടകമാണ് അതിന്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഒന്ന് ലാക്ക് ഓഫ് ഡെയിലി എക്സസൈസ്, സെപ്പറേഷൻ ആൻസൈറ്റി, ലാക്ക് ഓഫ് മെൻ്റൽ സ്റ്റിമുലേഷൻ, നോ ക്ലിയർ ഹൗസ് റൂൾസ്, ഇൻകൺസിസ്റ്റൻറ്റ് ട്രെയിനിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളൊരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും.